അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെയുള്ള പോരാട്ടത്തിൽ ഇറാൻ ഒറ്റയ്ക്കല്ല, കൂടെയുള്ളത് റഷ്യയാണ്. നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുത്തുകൊണ്ടല്ലെങ്കിൽ പോലും ഏറ്റവും നിർണായകമായ വിവരങ്ങൾ റഷ്യ കൈമാറുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. അമേരിക്കൻ സൈനികരുടെയും യുദ്ധ കപ്പലുകളുടെയും വിമാനങ്ങളുടെയും സ്ഥാനങ്ങൾ, അവയുടെ നീക്കങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള രഹസ്യ വിവരങ്ങളാണ് റഷ്യ ഇറാനുമായി പങ്കുവെക്കുന്നത്. റഷ്യ ഈ യുദ്ധത്തിൽ പങ്കെടുത്തു തുടങ്ങിയിരിക്കുന്നു എന്നതിന്റെ ആദ്യ സൂചനയായാണ് ഈ വിവരങ്ങളെ പാശ്ചാത്യ മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നത്. അമേരിക്കൻ മാധ്യമമായ വാഷിംഗ്ടൺ പോസ്റ്റ് ആയിരുന്നു ഇക്കാര്യം ആദ്യമായി റിപ്പോർട്ട് ചെയ്തത്. ഇറാനുമായി പങ്കിട്ട രഹസ്യാന്വേഷണ വിവരങ്ങളിൽ ഭൂരിഭാഗവും റഷ്യയുടെ അത്യാധുനിക ഓവർഹെഡ് ഉപഗ്രഹങ്ങൾ പകർത്തിയ ചിത്രങ്ങളാണ് എന്നാണ് വിവരം. US സൈനികർ തമ്പടിച്ചിരുന്ന സ്ഥലങ്ങൾ കൃത്യമായി നോട്ടമിട്ട് അവിടേക്ക് സമീപ ദിവസങ്ങളിൽ ഇറാൻ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയിരുന്നു. അതിന് പിന്നിലെല്ലാം റഷ്യയുടെ വിവര കൈമാറ്റമാണോ എന്നാണ് അമേരിക്ക ഉൾപ്പെടെ സംശയിക്കുന്നത്. ഞായറാഴ്ച കുവൈറ്റിൽ US സൈനികരെ പാർപ്പിച്ചിരുന്ന ഒരു താൽക്കാലിക കേന്ദ്രത്തിൽ നടത്തിയ ആക്രമണത്തിൽ 6 US സൈനികരായിരുന്നു കൊല്ലപ്പെട്ടത്. 3 വർഷത്തിലേറെയായി യുക്രൈനിൽ നടത്തുന്ന അധിനിവേശത്തിന് ആയുധങ്ങൾ നൽകി റഷ്യയെ ഇറാൻ പിന്തുണച്ചിരുന്നു. ഷാഹേദ് ഡ്രോണുകളും ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലുകളും നൽകുന്നതിന് പുറമെ ഇറാന്റെ വജ്രായുധമായ ഡ്രോണുകൾ നിർമ്മിക്കുന്നതിന് റഷ്യയ്ക്കുള്ളിൽ വലിയൊരു ഫാക്ടറി സ്ഥാപിക്കാനും ഇറാൻ സഹായിച്ചിരുന്നു. ആ ബന്ധം ഇപ്പോഴും ഊർജ്ജസ്വലമാണ് എന്നതിന് തെളിവാണ് ഈ വിവര കൈമാറ്റങ്ങൾ എന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. അതേസമയം ഇറാനെ സഹായിക്കാൻ ചൈനയും ആലോചിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. സാമ്പത്തിക സഹായം, സ്പെയർ പാർട്സ്, മിസൈൽ ഘടകങ്ങൾ എന്നിവ നൽകാനാണ് ചൈന തയ്യാറെടുക്കുന്നത്. ഇറാനിയൻ എണ്ണയെ വളരെയധികം ആശ്രയിക്കുന്ന ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ നിലനിൽപ്പ് വളരെ പ്രധാനമാണ്. ഒപ്പം ഹോർമൂസ് കടലിടുക്കും ചൈനയ്ക്ക് അതിപ്രധാനമാണ്. എന്നാൽ റഷ്യയും ചൈനയും ഇറാനുമായുള്ള യുദ്ധത്തിൽ ഒരു ഘടകമേ അല്ല എന്നാണ് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് വാദിക്കുന്നത്.